മലയാള സിനിമാ മേഖലയിൽ ആഭ്യന്തര പരിഹാര സെല്ലിൽ സർക്കാർ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് നടനും MLA-യുമായ എം മുകേഷിനെ മാറ്റിയത് രാഷ്ട്രീയ തീരുമാനമാണെന്നും മന്ത്രി സജി ചെറിയാൻ 24-നോട് പറഞ്ഞു. വർത്തമാനകാലത്ത് സിനിമയിലും സീരിയലിലും ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യും. നിയമനിർമ്മാണം അടക്കം, അതാണ് ഞാൻ പറയുന്നത്, നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല. നിലവിലുള്ള നിയമ സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും. ഇനിയും അനുബന്ധമായ പുതിയ നിയമങ്ങൾ ഈ കാര്യത്തിൽ ആവശ്യമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കും. ഈ ഗവൺമെൻറ്, രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഈ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശക്തവും ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിൽ പാടില്ലാത്ത ഒരു കാര്യവും ഭാവിയിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള നിയമപരമായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്ന, എല്ലാ മേഖലയും സ്പർശിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് സിനിമ സീരിയൽ മേഖല സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു നയമാണ് ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കും. അദ്ദേഹത്തെ പറ്റിയൊരു പരാമർശം വന്നല്ലോ, അത് നിയമപരമായി പോട്ടെ. ആ നിയമപരമായി പോകുന്നൊരു വിഷയത്തിനിടയിൽ ഒരു തർക്കത്തിന് അദ്ദേഹം ഉണ്ടാകണ്ട എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. അല്ലാതെ അദ്ദേഹം തരും പിന്നെ അതിനകത്ത് അതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാറട്ടെ. MLA സ്ഥാനം ഒഴിയണ്ട, കാരണം അത് ഒഴിയാൻ കഴിയില്ല. കാരണം ഇതേപോലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായ പലരും MLA ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിയേണ്ട പ്രശ്നമില്ല. വിവരങ്ങളുമായി YS അഭിനന്ദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഭിനന്ദ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്. സിനിമാ മേഖലയിലേക്ക് ഒരു ശുദ്ധീകരണത്തിലേക്ക് സർക്കാർ അതിന്റെ പടി കടക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിലുള്ള സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നതാണ് മന്ത്രി സജി ചെറിയാൻ 24-നോട് പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിനും നേരിട്ട വിമർശനങ്ങൾ ചേർന്നൊന്നുമല്ല, ഹൈക്കോടതിയിലടക്കം പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആഭ്യന്തര പരിഹാര സെല്ലടക്കം സർക്കാർ സംവിധാനം കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ് മന്ത്രി സജി ചെറിയാൻ മുന്നോട്ട് വെക്കുന്നത്. സിനിമാ കോൺക്ലേവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സർക്കാരിന്റെ ഒരു നയമായിരിക്കും സിനിമാ മേഖലയിൽ ഉണ്ടാകുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അറുതി ഉണ്ടാകുമെന്നതാണ് മന്ത്രി സജി ചെറിയാൻ 24-നോട് പ്രതികരിച്ചത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഭരണപക്ഷത്തെ MLA അടക്കം ആരോപണ വിധേയനായി അദ്ദേഹം അറസ്റ്റ് വരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എം മുകേഷ് MLA സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തിയത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. CPIM നിലപാടുള്ള പാർട്ടിയാണ്. ആ നിലപാടുള്ള പാർട്ടി ഉള്ള ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ പ്രകാരമാണ് എം മുകേഷ് MLA സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മാറ്റി നിർത്തിയത്. പക്ഷേ MLA സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. പ്രതിപക്ഷത്തും ആരോപണ വിധേയരായ MLA ഉണ്ട്. കോവളം MLA M വിൻസെന്റിന്റെയും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെയും പേര് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. തൽക്കാലം എം മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട, പക്ഷേ സിനിമാ നയരൂപീകരണ സമിതിയിൽ കൃത്യമായ നയം ആസൂത്രണം ചെയ്യണം. ആസൂത്രണം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ആരോപണ വിധേയമൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്തായാലും സിനിമാ നയരൂപീകരണ സമിതിയിലടക്കം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കൃത്യമായി നയം രൂപീകരിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഷാജി N കരുണ അധ്യക്ഷനായിക്കൊണ്ട് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് കൺവീനർ ആയിക്കൊണ്ടുള്ള നയരൂപീകരണ സമിതി രൂപീകരിച്ചത്. എത്രയും പെട്ടെന്ന് കോൺക്ലേവ് അടക്കം സമീപിക്കും. കൃത്യമായ നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് മന്ത്രി സജി ചെറിയാൻ 24-നോട് പ്രതികരിച്ചത്. SK.